ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ ഒരു യൂത്ത്ഫുൾ മൂവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നവരാരും ലൈക്കോ സപ്പോർട്ടോ ചെയ്യുന്നില്ല, അത് ഭയങ്കര ഡിമോട്ടിവേഷനാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ, ഞാൻ ലേഖൊന്നും അടുപ്പിക്കാനില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ദാവീദ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു ചെറിയ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അത് ലൈക്കൊന്നും ചെയ്യുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ ഞാൻ കൂടുതൽ ഒന്നും കൂടെ നന്നായിട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വരാനല്ലേ ഇനിയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി എന്താണെന്ന് കേട്ടാലോ. അപ്പോൾ ഇത് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു ഇൻട്രോ പറയാം. ഇതിലെ ഈ ചിത്രത്തിൻ്റെ നായകൻ നമുക്ക് എന്തായാലും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആൻ്റണി വർഗീസ് ആണ് നമ്മുടെ ചിത്രത്തിൻ്റെ മെയിൻ ഹീറോ. ഒരു ബോക്സറാണ് ആൾ. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടി ആൻ്റണി വർഗീസ് ബോക്സിംഗ് ഒക്കെ പഠിച്ചു എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഗോസിപ്പല്ല, റിയലാണ്, അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ട് കാണുമല്ലോ നിങ്ങൾ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് മൊത്തം അങ്ങനെ ഡ്രാഗ് ചെയ്ത് കുറേ എന്തൊക്കെയോ സ്റ്റോറീസ് പറയുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ഹീറോൻ്റെ മെയിൻ സ്റ്റോറി വരുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ആഷിഖ് അബു ആണ്. എൻ്റെ നായകൻ്റെ പേരാണ് ആഷിഖ് അബു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോക്സിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ ഈ ആൾ നമ്മുടെ ചിത്രത്തിൻ്റെ നായകനായിട്ട് വരുന്നു. ഇപ്പോൾ ഇയാൾ പണ്ട് ബോക്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അയാളൊരു ലേസി ലൈഫാണ്. എന്ന് വെച്ചാൽ ഒരു മടിയനായിട്ട് ജീവിക്കുവാണ് വീട്ടിൽ. അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ച് തട്ടിമുട്ടിയും പോകുന്ന ഒരാളായിട്ടാണ് ആഷിഖ് അബു പോകുന്നത്. അപ്പോൾ ഇയാളുടെ വൈഫ് എന്ന് പറയുന്നത് ഇയാളുടെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു ആളാണ് ഇയാളുടെ വൈഫ്. എനിക്കൊരു മോളുണ്ട്. ആ മോക്കാണെങ്കിൽ ആഷിഖ് അബു എന്ന് പറഞ്ഞ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹീറോനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ആഷിഖ് അബുവിന് തിരിച്ച് ബോക്സിങ്ങിലൂടെ വരാനൊരു പ്രേരണയാവുന്നത്. ഈ മകളുടെ ഒരു സപ്പോർട്ട് കാരണമാണ്. ഒരു പോയിന്റ് എത്തുമ്പം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു ബോക്സർ സൈനുൽ അഹ്മദോ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അബു എന്ത് ചെയ്യുന്നു, അയാളോട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നമാണ് ഈ ദാവീദ് എന്ന് പറയുന്ന ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള വിഷയം. അപ്പോൾ ഒരുപാട് സർപ്രൈസസ് ഒന്നും അങ്ങനെ ഈ മൂവിയിൽ ഭയങ്കര സർപ്രൈസസ് ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നടക്കുന്നത്. അവർ തമ്മിലുള്ളൊരു കോൾഡ് വാറൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു ഡിസപ്പോയിന്റിങ് ഫാക്ട് എന്ന് പറയുന്നത്, ദാവീദിനെ പറ്റിയിട്ടുള്ളൊരു ഡിസപ്പോയിന്റിങ് ഫാക്ട് എന്ന് പറയുന്നത്, മേജർ പാർട്ടും ഈ ബോക്സിംഗ് എന്ന് പറയുന്ന സ്റ്റഫിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹീറോ പോലും ഈ റിങ്ങിൽ കയറുന്നത് അയാൾക്ക് താല്പര്യത്തോടെ അല്ല. എന്നുവെച്ചാൽ ആ ഒരു വിദ്വേഷം കാരണമാണ് അയാൾ റിങ്ങിൽ കയറുന്നത്. അല്ലാതെ അയാളുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അയാൾക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു പാഷൻ കൊണ്ടോ കയറുന്നതല്ല. അപ്പൊ ഈ ഫൈറ്റൊക്കെ എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ കാണുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആഷിഖ് അബുവിനെ ഭയങ്കര ട്രെയിനിങ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ഹാഫിലാണ് കാണുന്നത്. ആൻ്റണി വർഗീസ് നന്നായിട്ട് തന്നെ ആ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവിക്ക് നല്ല ഒരു സ്ട്രെങ്താണ് ആൻ്റണി വർഗീസ് ചെയ്തേക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ബോക്സിങ് ചെയ്യുന്നത് റിയൽ ആയിട്ടാണോ എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ബോക്സറിൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൽ വരുമ്പോൾ അത്ര ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മൂവി അല്ല. പിന്നെ ഒരുപാട് ഫുൾ പാർട്ടും അതിൽ വലിയ എക്സ്പ്രഷൻ്റെ ഒന്നും ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബോക്സിങ്ങിൻ്റെ എക്സ്പ്രഷൻ മാത്രം മതിയല്ലോ. പ്രത്യേകിച്ച് വേറെ വികാരങ്ങളൊന്നും ഇല്ലല്ലോ. ബോക്സിങ്ങിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസും അത് മാത്രമാണ് മേജർ പാർട്ട് ഓഫ് ദ മൂവി എന്ന് പറയുന്നത്. വിജയരാഘവൻ സാറാണ് ഈ ചിത്രത്തിൽ ആൻ്റണി വർഗീസിൻ്റെ ഗുരുവായിട്ട് വരുന്നത്, അതായത് കോച്ചായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കോച്ചിൻ്റെ റോള് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കറേജ് ആ റോളിൽ ചെയ്തിട്ടുണ്ട്. ലിജോമോൾ ജോസാണ് നമ്മുടെ അബുവിൻ്റെ ഭാര്യ, അതായത് ആൻ്റണി വർഗീസിൻ്റെ നായികയായിട്ട് വരുന്നത് ലിജോമോൾ ജോസാണ്. പിന്നെ കുഞ്ഞു കുട്ടിയായിട്ട് വരുന്നത്, മകളായിട്ട് വരുന്നത് ജസ് വീജനാണ്. വളരെ ഫണ്ണാണ് അവളുടെ ആ ഒരു ആക്ഷൻസും ക്യൂട്ട്നെസ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മോ ഇസ്മായിൽ എന്ന ആളാണ് നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള സൈനുൽ അഹ്മദോ എന്ന ക്യാരക്ടർ ചെയ്തേക്കുന്നത്.
വളരെ നല്ല ഫിസിക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ കറക്റ്റൊരു ചിത്രമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബിലീവ് ചെയ്യാൻ തോന്നുന്ന രീതിയിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണെന്ന് എനിക്ക് പറയേണ്ടി വരും കേട്ടോ. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര റിയൽ ആയിട്ട് തോന്നും, റിയൽ ആയിട്ടാണോ അയാൾ ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ തോന്നും. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എന്താ, നമ്മുടെ മലയാളം സിനിമയിലൊന്നും കാണാത്തൊരു ടൈപ്പ് മൂവിയാണ്. കാരണം ബോക്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് വളരെ കുറവാണ്. ഞാൻ ഗോതയിലാണെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് ഇങ്ങനത്തെ ഇടിപടി അതൊക്കെ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ കാണുന്നത് നമ്മുടെ ദാവീദിലാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ജനറിൽ തന്നെ എടുത്തേക്കുന്നത് വളരെ വിജയം കാണാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ഹീറോയിൻ്റെ മടിയും അതുപോലെ കുട്ടിയുടെ ടീച്ചറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് കള്ള പ്രോമിസസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം. അതുപോലെ ഒരുപാട് സീൻസ് ഉണ്ട്. ഇയാളുടെ മടിയനാണ്, കുഴി മടിയനാണെന്ന് കാണിക്കുന്ന ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ, ഇയാളുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് സ്റ്റോറി മീൻസ് ഇയാൾ പണ്ട് പഠിച്ചതും ഹിസ്റ്ററി എന്ന് വെച്ചാൽ അയാളുടെ ബോയ്സിങ് പഠിച്ച സമയത്തുള്ള അയാൾ ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ ഉള്ള കാണിക്കുന്നതും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെന്താ, സിനിമാറ്റോഗ്രഫിയൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റൊക്കെ സൂപ്പറായിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് മൂവിയിൽ ഫൈറ്റൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫൈറ്റ് സീൻസൊന്നും അത്രയ്ക്ക് ഫുൾ ഫൈറ്റ് സീനായാൽ ബോറായിരിക്കില്ലേ, അതുകൊണ്ട് ഒരുപാട് സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ബേസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചിത്രം വളരെ നന്നായിട്ടുണ്ട്. ദാവീദ് എന്ന മൂവി എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലോസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ മലയാളം മൂവീസിൽ കാണാത്ത ഒരുതരം സബ്ജക്റ്റ് ആണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലോസ് ഒക്കെ അതിൽ കാണും. എന്നാലും ഒരു വെറൈറ്റി മൂവിയാണ്. ഒരുപാട് സ്പോൺസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ മൂവി ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ്. മെജോറിറ്റി മൂവിയും കുറച്ച് ഈ മത്സര ബുദ്ധിയുടെ ആ ഒരു ഇമോഷൻസാണ് കാണിക്കുന്നത്. എക്സിക്യൂഷൻ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ഒക്കെയാണ് ചിത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ട് ബോറടിക്കത്തൊന്നുമില്ല. നല്ല ഫൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചിത്രം കാണാത്തവർ അത് കണ്ടു നോക്കണം. പിന്നെ പ്രത്യേകിച്ച് രോമാഞ്ചം എഫക്ട്സ് ഒന്നും എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. രോമാഞ്ചം മൊമെന്റ്സ് ഒന്നും അത്രയ്ക്കില്ല, എന്നാലും കൊള്ളാം. അപ്പോൾ ചിത്രം സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്നവരോ ഇങ്ങനെ സ്പോർട്സിലൊക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ളതൊക്കെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് മാത്രമാണ് ഈ അഭിപ്രായം, ഞാൻ പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സണൊന്നും അല്ല, എന്നാലും എനിക്കിഷ്ടമായി. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരാളും ലൈക്കൊന്നും ചെയ്യുന്നില്ല, അത് ഭയങ്കര വിഷമം തോന്നും. അത്യാവശ്യം വ്യൂസ് കിട്ടിയാലും നിങ്ങൾ ആരും ലൈക്കൊന്നും ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഇനി ഞാൻ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വരാം. ഈ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ ലോങ് ആക്കാം. ഫുൾ സ്റ്റോറിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആത്മാർത്ഥത കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്.